കപ്പലണ്ടി വിറ്റ് നടന്നയാൾ ഇന്ന് കോടാനുകോടികളാണ് സമ്പാദ്യം എന്ന് പറയുമ്പോൾ പാർട്ടി അണികളെ ഊറ്റിപ്പിഴിഞ്ഞുണ്ടാക്കുന്ന പിരിവ് പോക്കറ്റിലേക്കാണ് പോകുന്നത് എന്ന് വെളിപ്പെടുത്തലാണ്. മനുഷ്യന് വിശ്വാസ്യത എന്ന് പറയുന്ന ഒന്ന് വേണ്ടേ, പാർട്ടിക്ക് വേണ്ടേ? കപ്പലണ്ടി കപ്പലണ്ടി കച്ചവടം തൃശ്ശൂരാണ്. ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരവരൊക്കെ. CPM രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച്, അഴിമതിരാഹിത്യത്തെക്കുറിച്ച്, അഴിമതിരഹിത പൊതുപ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പുരപ്പുറത്ത് കയറി ഗീർവാണ പ്രഭാഷണം നടത്തുന്ന അതേ സമയത്ത് CPMന്റെ നേതൃത്വം മുഴുവൻ അങ്ങേയറ്റത്തെ അഴിമതി നിറഞ്ഞ, അങ്ങേയറ്റത്തെ കറപ്ഷൻ നിറഞ്ഞ ഒരു ലീഡർഷിപ്പാണ് CPMന്റേത് എന്ന് DYFIയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവിടെ കാപട്യമാണ്. CPM നേതൃത്വം പുലർത്തുന്ന ഒരു കാപട്യം ഇക്കാര്യത്തിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പ്രധാനപ്പെട്ട കാര്യം എന്താ, ഈ കറപ്ഷൻ അലിഗേഷൻ ഉന്നയിക്കപ്പെട്ട നേതാക്കളെ മുഴുവൻ, ഇത് കോൺഗ്രസ് കൊണ്ടുവന്നൊരു അലിഗേഷൻ അല്ല, നിങ്ങൾ ആലോചിക്കണം. ഇത് ഈ അലിഗേഷൻ കൊണ്ടുവന്നുള്ള DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്, CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അത്തരത്തിൽ ഒരാൾ പരസ്യമായിട്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ, CPMന്റെ നേതൃത്വം CPMന്റെ നേതാക്കളെ അവരെന്ത് അഴിമതി ചെയ്താലും എന്ത് തോന്നിവാസം ചെയ്താലും സംരക്ഷിക്കുന്നു. അതിൽ CPMലെ യുവജന വിഭാഗത്തിന് വലിയ പ്രതിഷേധമുണ്ട്. CPMലെ തന്നെ വലിയൊരു വിഭാഗം അണികൾക്കും യുവജന നേതാക്കൾക്കും ഒക്കെ CPM നേതൃത്വം അതിന്റെ അഴിമതിക്കാരായിട്ടുള്ള കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടുള്ള നേതാക്കളെ സംരക്ഷിക്കുന്നു എന്ന് ഇന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. നോക്കൂ, ഇവിടെയും CPM സംരക്ഷണ കവചം ഒരുക്കുന്ന ആർക്കൊക്കെയാണ്? ഇത്തരത്തിൽ കോടിക്കണക്കിന് ഉറുപ്പിക സമ്പാദിച്ചു എന്ന് DYFIയുടെ ജില്ലാ നേതാവ് ആരോപിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഇന്നും സംരക്ഷണ കവചം ഒരുക്കുകയാണ്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഒരു തരത്തിലുള്ള വിഷമമോ സങ്കടമോ അതല്ലെങ്കിൽ ഒരു ചളിപ്പോ ഒരു വഷളത്തമോ ഒന്നും CPMന്റെ നേതൃത്വത്തിന് ഇക്കാര്യം വിശദീകരിക്കുമ്പോൾ തോന്നുന്നതേയില്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ പുറത്തു വന്ന് പറയുമ്പോഴും അവർക്ക് ഇക്കാര്യത്തിൽ ഒരു ചളിപ്പും തോന്നുന്നില്ല. പൊതുസമൂഹത്തോട് ഇത് വിശദീകരിക്കുന്നതിൽ അവർക്കൊരു ജാള്യതയും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. ഇത് കരിവന്നൂരുമായി ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു എന്ന് നമ്മളൊക്കെ കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സംഭാഷണം നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കരിവന്നൂർ നടന്നത് എന്താ, ആയിരക്കണക്കിന് നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപ CPM നേതൃത്വം കൊള്ള ചെയ്തു കൊണ്ടുപോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അത് കേവലമായിട്ടുള്ള ഒരു ആരോപണമല്ല, ഇന്നൊരു കുറ്റപത്രമായി നിലനിൽക്കുകയാണ്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ഇതിൽ ആദ്യത്തെ റെയ്ഡ് നടന്ന എവിടെയാണ്? ആദ്യത്തെ റെയ്ഡ് നടക്കുന്നത് ഈ സംഭാഷണത്തിൽ പരാമർശ വിധേയനായിട്ടുള്ള AC മൊയ്തീൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ സഹകരണ മന്ത്രിയുമായിട്ടുള്ള ഈ മൊയ്തീൻ്റെ, AC മൊയ്തീൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നിട്ട് 97 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപത്തിന്റെ രേഖകൾ ED പിടിച്ചെടുക്കുകയുണ്ടായി. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്, ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. ഡീലർമാർ എന്നാണ് വിളിക്കുന്നത്, സഖാവെന്നല്ല. CPMന്റെ സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്ന പ്രമുഖരായിട്ടുള്ള ആളുകളെ DYFIയുടെ ജില്ലാ സെക്രട്ടറി വിശേഷിപ്പിച്ചത് ഡീലർമാർ എന്നാണ്. ഏറ്റവും ആത്യന്തികമായി നാം പരിശോധിക്കപ്പെടേണ്ടത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം. ആ വ്യക്തികൾ ഓൺ ചെയ്യുന്നോ ഡിസോൺ ചെയ്യുന്നോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം. ഇവിടെ സഖാവ് ശരത് പ്രസാദ് ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. തൻ്റെ ശബ്ദശകലത്തെ സംബന്ധിച്ച് സംശയമുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ആ അർത്ഥത്തിൽ ഇത് കൃത്രിമമായി ചമയ്ക്കപ്പെട്ടിട്ടുള്ള ശബ്ദ സന്ദേശങ്ങളാണ് നിലവിലുള്ളത് എന്ന് പറയുമ്പോൾ ഇത് താൻ പോയി വല്ല സ്കൂൾ മാഷന്മാരോടും പറയാം, ചിലപ്പോൾ അവർ വിശ്വസിച്ചോളൂ. പാർട്ടിയിൽ നിന്നും നടപടിയെടുക്കപ്പെടുന്ന ഒരാൾ പ്രതികാര ബുദ്ധിയെ ഈ ശബ്ദത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഇത് എൻ്റേതു കൂടിയാണ്, സാന്നിധ്യത്തിലാണ് എന്ന് അവകാശപ്പെടുമ്പോൾ അതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് വളരെ കൃത്യമായി ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിബിൻ ശ്രീനിവാസൻ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നു, തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, വലതുപക്ഷത്തിന്റെ കോടാലി കൈയായി താൻ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം പാർട്ടി വെക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം തന്നെ വലതുപക്ഷത്തിന്റെ കോടാലി കൈയാണ്
എന്നുള്ളതിൻ്റെ ഏറ്റവും സുപ്രധാന തെളിവുകളാണ് ഇങ്ങനെ നിരനിരയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് CPM-നെ അപമതിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ശ്രീ BN ഹസ്കർ, പക്ഷേ അങ്ങ് ഈ ചോദ്യത്തിന്റെ ഉത്തരമായി ആദ്യം പറഞ്ഞത് ഈ ഓഡിയോ സന്ദേശം അത് തെറ്റാണ് എന്ന് തള്ളി പറഞ്ഞു എന്ന്. അങ്ങനെയൊന്നില്ല. അല്ല അത് പിന്നെ ഇപ്പൊ നിബിനോട് ചോദിക്കുമ്പോൾ നിബിൻ പറയുന്നു ഞാനുണ്ട് അവിടെ ശരത് പ്രസാദ് ഉണ്ട്, ഞങ്ങൾ തമ്മിൽ നടത്തിയ സംഭാഷണമാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. പക്ഷെ ശരത്തിന് ഇത് പറയാൻ കഴിയുന്നില്ല. ഞാനില്ല അവിടെ, ഞാനും നിബിനും തമ്മിൽ ഈ കാര്യം സംസാരിച്ചിട്ടില്ല, ഈ ഓഡിയോ എന്റേതല്ല, ഇത് മാനിപ്പുലേറ്റഡ് ആണ്, ഇത് നിർമ്മിതമാണ്, ഇത് കൃത്രിമമാണ്, ഇതൊന്നും ഇതിനകത്തില്ല. എന്താ ഉറക്കം വരുന്നു. ഇതിനകത്ത് ഈ പറയുന്ന ലാസ്റ്റ് ഒരു പഞ്ച് ഡയലോഗ് ഉണ്ട്, പാർട്ടി വിരുദ്ധർക്ക് മുൻപിൽ കീഴടങ്ങില്ല എന്നുള്ള പഞ്ച് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്. എന്റെ ശബ്ദ സന്ദേശം എന്ന പേരിൽ പ്രചരിക്കുന്ന ഓഡിയോ ക്ലിപ്പിന്റെ ആധികാരികത തികച്ചും ദുരൂഹമാണ് എന്നാണ് പറയുന്നത്. ഇതെന്റേതല്ല എന്ന ഒറ്റ വരി കൊണ്ട് ഇടതുപക്ഷം ആകെ ഉരുക്കുകോട്ട പോലെ പ്രതിരോധിക്കും. എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ, ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. എന്റേതല്ല എന്ന് പറയുമ്പോൾ എന്നതിന് പോലെ തന്നെയാണ് ഇതിന്റെ ആധികാരികതയെ സംശയിച്ചുകൊണ്ട് ഇത് കൃത്രിമമായി ചമയ്ക്കപ്പെട്ടു എന്ന് അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് 5 വർഷം മുൻപുള്ള സംഭാഷണമാണ് എന്ന് അദ്ദേഹം ഇത് സമ്മതിച്ചിരുന്നു. BN ഹസ്കർ, അത് നിസ്സഹായമായ ഒരു അവസ്ഥയാണ്. അദ്ദേഹം ഇത് സമ്മതിച്ചിരുന്നു. നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് നമ്മളുടെ സ്വകാര്യതയാണ്. ഓരോ പ്രത്യയശാസ്ത്രത്തോടും ഒരു സംഘടനാ സംവിധാനത്തോടും 100% കൂറ് പ്രഖ്യാപിച്ച് വിരുദ്ധാഭിപ്രായങ്ങളില്ലാതെ ജനാധിപത്യത്തിൽ ഒരു മനുഷ്യനും നിൽക്കാൻ കഴിയില്ല. വിരുദ്ധാഭിപ്രായം ഉണ്ടാകണം. പക്ഷേ ഈ ഓഡിയോ തന്റേതാണ് എന്ന് ശരത്ത് സമ്മതിച്ചതാണ്. ശരത്ത് ഇന്ന് ഞങ്ങളുടെ പ്രതിനിധി MS ലിഷോയുടെ അടക്കം ഈ കാര്യങ്ങൾ തുടക്കത്തിൽ സമ്മതിച്ചതാണ്. പക്ഷെ ഞങ്ങൾ അതൊരു സ്വകാര്യ സംഭാഷണം എന്ന രീതിയിൽ തന്നെ അതിലൊരു മാന്യത കൽപ്പിച്ചതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കാൻ തയ്യാറായില്ല എന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം സമ്മതിച്ചു. അത് പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ഒരു വാർത്തയും ഒരു മാധ്യമത്തിന്റെയും കുത്തകയായൊന്നും നിൽക്കില്ല. പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതാണ്. ആ നിലയ്ക്ക് പുറത്തു വന്നൊരു കാര്യം 3 മണിക്കൂർ മുമ്പ് ഇതെന്തോ പാർട്ടി വിരുദ്ധരുടെ സമീപനമാണ് എന്ന് പറഞ്ഞാൽ തള്ളി പറയാൻ കഴിയുന്നതല്ല ഹസ്കർ. ഒരുപക്ഷെ ശരത് പ്രസാദ് തുടക്കഘട്ടത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ സമ്മതിച്ചു, 5 കൊല്ലം മുമ്പുള്ള ഒരു ഓഡിയോ സന്ദേശം എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു എന്നിരിക്കട്ടെ. ഇതിൽ ഒരു വ്യക്തിയുടെ അഭിപ്രായം മാത്രമാണ്. ഇനിയിപ്പോ ശരത് പ്രസാദ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പറയുന്ന അഭിപ്രായത്തിന് ഹിമാലയത്തോളം വലിപ്പമുണ്ട് എന്ന് കരുതേണ്ടതില്ല. നിനക്ക് എത്ര തന്തയുണ്ടാ? ഒരു വ്യക്തിയുടെ സ്വകാര്യ അഭിപ്രായത്തെ മാത്രമാണിത്. അതിനപ്പുറം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാൻ കഴിയുന്ന ഒരു ഏജൻസി വളരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്.